മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, ഇപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നതിനൊപ്പം തന്നെ മികച്ചൊരു നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു കാനത്തിൽ ജമീല എന്ന് പറയുന്ന എല്ലാവരുമായും വളരെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. CPM-ന്റെ ഒരു വനിതാ മുഖം കൂടിയാണ് ഇല്ലാതാകുന്നത്. തീർച്ചയായും ഋഷി അപൂർവമായ ഒരു പിന്നെ ഭരണ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അപൂർവമായ ഒരു അവസരങ്ങൾ ലഭിച്ചൊരു ആൾ കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് തലക്കളത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാവുന്നു, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാവുന്നു, പിന്നീട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തവണയായി വീണ്ടും അവർ തന്നെ ആകുന്നു. ആ ഘട്ടത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി അവരെ MLA ആയി മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അവർ ഇത്തവണ പിന്നെ നിയമസഭയിലേക്ക് അവർ മത്സരിക്കുന്നതും മികച്ച ഭൂരിപക്ഷത്തിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നത്. ആർത്തിൽ ത്രിതല പഞ്ചായത്തിൻ്റെ 3 ഘട്ടങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മൂന്നിൻ്റെയും അധ്യക്ഷ എന്ന നിലയിൽ ഉയർന്നു വരികയും ആ അർത്ഥത്തിൽ താഴെത്തട്ട് മുതൽ തന്നെ ജനകീയാസൂത്രണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നെ സജീവമാവുകയും ആ അർത്ഥത്തിൽ ഒരു ഭരണ മികവ് തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ്. കോഴിക്കോടിനെ കുറിച്ചൊരു പറയുകയാണെങ്കിൽ സ്നേഹസ്പർശം എന്ന് പറയുന്നത് കോഴിക്കോട് ഒരുപക്ഷെ കോഴിക്കോടെന്നല്ല ദേശീയ തന്നെ ശ്രദ്ധയാകർഷിച്ച സ്നേഹസ്പർശം പദ്ധതി പിന്നെ ആളുകൾക്ക് ഭക്ഷണം ഉൾപ്പെടെ അല്ലെങ്കിൽ മുഴുവൻ അഗതികളെയും പരിഗണിക്കുന്ന രീതിയിലുള്ള സ്നേഹസ്പർശം പദ്ധതിയുടെ അതിനൊരു തുടക്കം വിട്ടത് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നതും അങ്ങനെ അത്തരത്തിൽ നിരവധി പദ്ധതികൾ പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടൊക്കെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു മികച്ച ഭരണാധികാരിയാണ്. ഒരു വനിതാ ഒരു നേതാവാണ്. കോഴിക്കോടിൻ്റെ ഒരു പിന്നെ എല്ലാ മേഖലയിലും നിറഞ്ഞുന്ന ഒരു വനിതാ നേതാവിനെയാണ് നഷ്ടമാകുന്നത്. CPM-നെ സംബന്ധിച്ചോളം CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വീണ്ടും അവർ മത്സരിക്കുകയും വീണ്ടും അവർ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നതിൽ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി എന്നതിൽ കൂടി അവരെ പരിഗണിക്കുന്ന തരത്തിലേക്ക് അവരുടെ കഴിവുകൾ അവർ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും വളരെ ഭംഗിയോടും വൃത്തിയോടും കൂടി പ്രവർത്തിച്ച അല്ലെങ്കിൽ അത് നടപ്പാക്കിയ ഒരു വ്യക്തി കൂടിയാണ് കാനത്തിൽ ജമീല. നമ്മൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും MLA എന്ന നിലയിലൊക്കെ തന്നെയും പല ഘട്ടത്തിലും നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചപ്പോഴൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങൾ പാർട്ടി നിലപാടിനെ കുറിച്ചാണെങ്കിലും ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളെക്കുറിച്ചൊക്കെ ആണെങ്കിലും വളരെ വ്യക്തതയോടുകൂടി കൃത്യമായി തന്നെ